വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണുവുമായിട്ട് താൻ ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ സത്യഭാമയുടെ മുഖത്ത് നോക്കി ശാലിനി പറയുന്നുണ്ട്. അന്നേരവും വിഷ്ണു ആണെങ്കിൽ ആ പുറകിൽ നിന്നുകൊണ്ട് എടിയെന്നും പറഞ്ഞ് കാർത്തികയുടെ നേരെ അങ്ങോട്ട് അടുക്കുകയാണ്. അന്നേരം രോഹിത് അങ്ങോട്ട് വിഷ്ണുവിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. അന്നേരം സത്യഭാമ ദേഷ്യത്തോടു കൂടി ശാലിനിയോട് പറയുന്നുണ്ട്, എങ്കിൽ നീ ഒന്നുകൂടി കേട്ടോ, ഇവിടെ ഇപ്പോൾ നടങ്ങിയ അച്ഛനും അമ്മയും ഒക്കെ വന്ന നാടകങ്ങൾ ഉൾപ്പെടെ ഉണ്ടല്ലോ, അതിലെന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്ന് ഈ സത്യഭാമയ്ക്ക് ബോധ്യപ്പെട്ടാൽ ഇവരുടെ കാര്യത്തിൽ ചിലപ്പോൾ മാറി ഞാൻ ചിന്തിച്ചേക്കും. പക്ഷേ നിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറേ സത്യങ്ങൾ, നിനക്ക് മാത്രം അറിയാവുന്ന സത്യങ്ങളുണ്ടല്ലോ, അതുകൂടി എന്നെ ബോധ്യപ്പെടുത്തേണ്ടി വരും എന്നിങ്ങനെ ശാലിനിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അന്നേരം സത്യയുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. തുടർന്ന് അമ്മേ, ഇതിനൊന്നും ശാലിനി ഉത്തരവാദിയല്ല എന്നിങ്ങനെ വിഷ്ണു പറയാനായിട്ട് വരികയാണ്. അന്നേരം നീ മിണ്ടിപ്പോവരുത്, ഒരടി നീ മുന്നോട്ട് വെക്കരുത്, ഒരു വാക്ക് നീ ശബ്ദിക്കരുത് എന്നിങ്ങനെ വിഷ്ണുവിനെ അടക്കി നിർത്തുകയാണ് ഭാമ അവിടെ. തുടർന്ന് ശാലിനിയോട് പറയുന്നുണ്ട്, ഇവരെയും വിളിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി സത്യഭാമയെ തന്നെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് ഇറങ്ങിപ്പോടി എന്നൊന്നുകൂടി പറയുമ്പോൾ ശാലിനി അവരെയും വിളിച്ചുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. അന്നേരം രാഘവൻ നായരാണെങ്കിൽ മോളെ എന്ന് വിളിച്ചുകൊണ്ട് ആ സ്റ്റിക്ക് കുത്തി അങ്ങോട്ട് എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ പറ്റുന്നില്ല. രാഘവൻ നായർ അങ്ങ് സെറ്റിയിലേക്ക് അങ്ങ് വീഴുകയാണ്. തുടർന്ന് ശാലിനി ഒന്നും ശ്രദ്ധിക്കാതെ രാജേന്ദ്രനെയും ശൈലജയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. വിഷ്ണു അന്നേരം ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അന്നേരം രാഘവൻ നായരും സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്ന രാഘവൻ നായർ ആ വാക്കിംഗ് സ്റ്റിക്കാണെങ്കിൽ എടുത്ത് ദൂരേക്ക് ഒരു ഒറ്റ എറിയുകയാണ്. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ എടിയെന്നും പറഞ്ഞ് വീണ്ടും ഈ കാർത്തിക അടുത്തേക്ക് തുടങ്ങുമ്പോൾ ഇനി ഒന്നും മിണ്ടരുത്, ഇവരുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുക്കും, വാ മോളെ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് കാർത്തികയെ അകത്തേക്ക് അങ്ങ് പോവുകയാണ്. അന്നേരം ആകെ കലി പൂണ്ട് നിൽക്കുന്ന വിഷ്ണു ആണെങ്കിൽ ആ ചുവരിലേക്ക് കൈ ചുരുട്ടി ശക്തിയായിട്ടങ്ങ് ഇടിക്കുകയാണ്. എന്നിട്ട് വിഷ്ണു ഇങ്ങനെ കണ്ണൊക്കെ ചുമപ്പിച്ച് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. രോഹിത് ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് വിഷ്ണുവിൻ്റെ ആ ഒരു പ്രവൃത്തിയിൽ. പക്ഷേ വാശിയോടുകൂടിയാണ് ശാലിനി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. പക്ഷേ വിഷ്ണു എന്ത് പറഞ്ഞിട്ടും ഭാമ അവിടെ കേൾക്കാനായിട്ട് തയ്യാറാകുന്നുമില്ല. ഇതേസമയം ശാലിനി ആണെങ്കിൽ രാജേന്ദ്രനെയും ശൈലജയും കൂട്ടിക്കൊണ്ട് കുടുംബശ്രീ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അവരെങ്ങനെ അകത്ത് കയറി ഇരുന്ന് ശാരദാമ്മയൊക്കെ ഉണ്ട് സംസാരിക്കുകയാണ്. അന്നേരം എന്തൊക്കെയാണ് മോളെ ഇനി എന്താ ചെയ്യുക എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ രാജേന്ദ്രൻ പറയുന്നുണ്ട്, സ്വന്തം മകളാണ് എന്നുള്ളതിന് തെളിവ് ചോദിക്കുകയാണ് ആ സ്ത്രീ. ഇനിയിപ്പോൾ അതും കൊണ്ട് ചെന്നാലും അവർ വിശ്വസിക്കുമോ? ഓരോ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയുകയാണ്, അതിന് കൂട്ടു നിൽക്കാനായിട്ട് നമ്മുടെ മകൾ കാർത്തികയും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പിന്നെ ശാരദാമ്മ പറയുന്നുണ്ട്, നിങ്ങളുടെ മകളാണ് കാർത്തിക എന്നുള്ളത് സത്യാമ്മയ്ക്ക് ബോധ്യമായിട്ട് ഉണ്ടാകും. പക്ഷേ ശാലിനിയോടുള്ള ദേഷ്യം കാരണമാണ് അവരൊന്നും സമ്മതിക്കാത്തത്. ശാലിനി എങ്ങനെ അകത്ത് കയറ്റാതിരിക്കാം എന്ന് ചിന്തിക്കുകയാണ്. ശാലിനിയോടുള്ള ദേഷ്യമാണ് അവർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എന്ത് തെളിവ് നിരത്തിയാലും അവർ വിചാരിക്കുന്ന പോലെ അവിടെ കാര്യങ്ങൾ നടക്കൂ എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ഞങ്ങളുടെ മകൾ കാരണം മാഡത്തിന് ബുദ്ധിമുട്ടായല്ലോ, ഞങ്ങളുടെ മകളെ ഞങ്ങൾക്കിനി തിരിച്ചു കിട്ടുമോ എന്നിങ്ങനെ ശൈലജ ചോദിക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തിരിച്ചു കിട്ടണമെന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. പക്ഷേ അതിന് എന്താണ് വഴി? ഹർഷനിലൂടെ മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ഞങ്ങൾ എന്താണ് വേണ്ടത് എന്നിങ്ങനെ രാജേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അതിനു മുന്നേ പറയുന്നുണ്ട്, നമ്മുടെ മകൾ അങ്ങനെ അവൾ സ്വത്തും പണമൊന്നും ആഗ്രഹിക്കുന്നതല്ല, ആരോടെങ്കിലും വാശി തോന്നിയാൽ അവൾ അങ്ങേയറ്റം വരെ പോകും. പക്ഷേ ഇതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയില്ല, നമ്മൾ കണ്ടത് നമ്മുടെ പഴയ മകളെ അല്ല കണ്ടത്, അവൾ ആകെ ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ ഈ രാജേന്ദ്രനും ശൈലജയും പറയുന്നുണ്ട്. അന്നേരം ഈ ഹർഷൻ എവിടെയാണ്, അയാൾ എന്താണ് നാട്ടിലേക്ക് വരാത്തത്, ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ എവിടെ എന്നൊക്കെ രാജേന്ദ്രൻ ചോദിക്കുകയാണ്. അന്നേരം ഹർഷൻ തന്നെ മുന്നോട്ട് വരേണ്ടി വരും. സത്യാമ്മയുടെ മുന്നിൽ ചെന്ന് ഈ കാർത്തികയുടെ ഇപ്പോൾ ഇന്നുണ്ടായ സംഭവങ്ങളും ഈ കാർത്തികയുടെ മാറ്റത്തിനുള്ള കാരണങ്ങളുമെല്ലാം ഹർഷൻ തന്നെ മുന്നിട്ട് വന്ന് സത്യാമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നിങ്ങൾ നിശ്ചയിച്ച സ്വന്തം മാതാപിതാക്കൾ നിശ്ചയിച്ച കല്യാണ പന്തലിൽ നിന്നും ഹർഷൻ്റെ ആ സ്നേഹത്തിന് വേണ്ടി അവൾ പുറപ്പെട്ടതല്ലേ. അപ്പോൾ പിന്നെ പക്ഷേ ഇവളുടെ ഈ മാറ്റത്തിന് ഇപ്പോൾ എന്തൊക്കെ കാരണങ്ങളുണ്ട്, അതും കൂടി നമ്മൾ കണ്ടുപിടിച്ചേ മതിയാകൂ. വ്യക്തമായൊരു സോളിഡ് പ്രൂഫ് സത്യാമ്മയുടെ മുൻപിൽ വെച്ചാൽ മാത്രമേ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് പറയുകയാണ്. അന്നേരം അയാളിപ്പോൾ എവിടെയുണ്ട്, ഇനി നാട്ടിലുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെ, അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാലും മാഡത്തിന് ഉപകാരപ്രദമാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ രാജേന്ദ്രൻ ചോദിക്കുകയാണ്. അന്നേരം എങ്ങനെ ഹർഷനെ കണ്ടെത്തണം, എന്തായാലും എവിടെയെങ്കിലും കാണുമല്ലോ, കണ്ടെത്തിയാൽ മാത്രമേ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ്, ഇതിപ്പോൾ ഹർഷൻ ഇനി ഒരു പക്ഷെ വന്നാൽ തന്നെ മറ്റൊരാളുടെ ഭാര്യയായിട്ട് ഇപ്പോൾ കരാറും എഗ്രിമെൻറ്റും ഒക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു പെൺകുട്ടിയെ വീണ്ടും സ്വീകരിക്കാനായിട്ട് ഹർഷൻ തയ്യാറാകുമോ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുമ്പോൾ, അല്ല മോളെ, എൻ്റെ ഒരു മനസ്സിലുള്ള അവലാതി പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഹർഷനെ കണ്ടുപിടിച്ചേ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് നടക്കുകയുള്ളൂ എന്ന് ശാലിനി ഇവിടെ പറയുകയാണ്.
ഇതേ സമയം കാർത്തികയാണെങ്കിൽ റൂമിൽ ആകെ ടെൻഷനിലാണ്. ഇനിയിപ്പോൾ വിഷ്ണുവേട്ടൻ്റെ അടുത്തേക്ക് എങ്ങനെ പോകും, ആകെ പേടിയാവുന്നല്ലോ, എന്തായാലും സത്യാമ്മ കൂടെ ഉണ്ടല്ലോ, പേടിക്കാനൊന്നും കാണില്ല എന്നൊക്കെ സ്വയം ഇങ്ങനെ ആശ്വസിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണു ആണെങ്കിൽ റൂമിലേക്ക് വരികയാണ്. വിഷ്ണുവിനെ കാണുമ്പോൾ കാർത്തികയുടെ ഉള്ള ജീവനങ്ങ് പോകുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ആ ഭാവവും ദേഷ്യമൊക്കെ കാണുമ്പോൾ തുടർന്ന് അകത്തേക്ക് കയറുന്ന വിഷ്ണു ആണെങ്കിൽ വാതിലടച്ചങ്ങ് കുറ്റിയിടുകയാണ്. അതിനെ കാർത്തിക ആകെ ഭയപ്പെട്ടു പോകുന്നുണ്ട്. തുടർന്ന് ചോദിക്കുകയാണ്, എനിക്ക് നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതായത് നിക്കടി എവിടെയെന്നും പറഞ്ഞ് വിഷ്ണു പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിന്നെ പറഞ്ഞു പറ്റിച്ച ആ കള്ള കാമുകൻ ഞാനാണോടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അത് വിഷ്ണു ഏട്ടാന്ന് പറഞ്ഞ് കാർത്തിക ഇങ്ങോട്ട് തടുക്കാൻ തുടങ്ങുമ്പോൾ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് അലറുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനും അമ്മയും അല്ലേടി ഇവിടെ വന്ന് കരഞ്ഞു പോയത്, അവരിപ്പോൾ തെളിവ് കാണിക്കാൻ പറയുന്നത്, നിൻ്റെ അച്ഛനും അമ്മയുമാണെന്നുള്ളതിന് തെളിവ് കാണിക്കാൻ പറയുന്നു, അതൊക്കെ എന്താടി ഇവിടെ നടന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഇത്രയ്ക്ക് എന്നെ ചതിക്കുകയല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ആകെ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം അത് ചോദിച്ചത് സത്യാമ്മയല്ലേ, ഞാനല്ലോ, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ചോദിക്കാം, പക്ഷേ നിനക്ക് സത്യം തുറന്നു പറയാമായിരുന്നു, നിനക്ക് നിൻ്റെ അച്ഛൻ്റെയും അമ്മയുമാണ് വന്ന് ഇരിക്കുന്നത്, അവരുടെ കൂടെ നിനക്ക് പോകാമായിരുന്നു, എന്നെയെങ്കിലും നിനക്ക് രക്ഷിച്ചൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് പേടിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ, ഓ നിന്നെ ഇറക്കി വിടുമെന്ന് പേടിച്ചിട്ടാണോ, നിൻ്റെ അച്ഛനും അമ്മയല്ലേ വന്നത്, അവരുടെ കൂടെ പോകാമായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ കാർത്തികയ്ക്ക് ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല, നിന്നെ പറഞ്ഞു പറ്റിച്ച കള്ളക്കാമുകൻ ഞാനാണോടി, പറയടി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് അലറുകയാണ്. അന്നേരം അല്ല വിഷ്ണുവിന് അല്ല, എൻ്റെ സാഹചര്യം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നീ നിൻ്റെ നിലനിൽപ്പ് മാത്രമേ നോക്കുന്നുള്ളൂ, നീ എൻ്റെ സാഹചര്യം എന്തുകൊണ്ടാണ് നോക്കാത്തത്, എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിച്ചേ മതിയാകൂ എന്ന് പറയുമ്പോൾ വിഷ്ണുവേട്ടന് എന്താ വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു ആദ്യം നടങ്ങുന്നുണ്ട്. അന്നേരം പിന്നീട് കാർത്തിക് പറയുകയാണ്, ഞാൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ പോവുക തന്നെ ചെയ്യാം, പക്ഷേ ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകത്തില്ല, നമ്മൾ എവിടെയാണോ കണ്ടുമുട്ടിയത് ആ സ്ഥലത്തേക്ക് തന്നെ ഞാൻ പോകും, മരണത്തിലേക്ക് തന്നെ പോകും, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഫാനിൽ ഉത്തരത്തിൽ തന്നെ ഞാൻ അങ്ങോട്ട് കെട്ടിത്തൂങ്ങി ചാകും എന്നും പറഞ്ഞ് അങ്ങ് ഭീഷണിയാണ് പെടുത്തുന്നത്. എന്നിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു കൈക്ക് പിടിച്ചിങ്ങനെ മുന്നോട്ടങ്ങ് വലിക്കുകയാണ് കാർത്തിക്. എന്നിട്ട് പറയുന്നുണ്ട്, ഡി നീ എങ്ങോട്ടായി കയറി പോകുന്നത്, എന്നെ ആത്മഹത്യാ ഭീഷണി മുഴക്കി അങ്ങ് പേടിപ്പിക്കാമെന്ന് കരുതിയോ, അതിലൊന്നും ഞാൻ പേടിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുകയാണ്. നീ നിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ളവരെ ബലിയാടാക്കാനായിട്ട് നോക്കുകയല്ലേ, എനിക്ക് എൻ്റെ നിലനിൽപ്പ് നോക്കിയേ പറ്റൂ, എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിച്ചേ മതിയാകൂ എന്ന് പറയുമ്പോൾ എന്താ വേണ്ടതെന്ന് ഇങ്ങനെ കാർത്തിക ചോദിക്കുന്നുണ്ട്. അന്നേരം നിന്നെ പ്രേമിച്ചത് ഞാനും അല്ല, നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനും അല്ല എന്നുള്ളത് ഒരു വെള്ള പേപ്പറിൽ എഴുതി എനിക്ക് ഒപ്പിട്ട് തരണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കാർത്തിക ആകെ ഭയന്ന് വിറച്ച് നിൽക്കുകയാണ്. അന്നേരം എനിക്കൊന്ന് ആലോചിക്കണം എന്നിങ്ങനെ കാർത്തിക പറയുമ്പോൾ ഒന്നും ആലോചിക്കാനില്ല എന്നിങ്ങനെ വിഷ്ണു അങ്ങ് അലറിയാണ്, ഉച്ചത്തിലാണ് സംസാരിക്കുന്നത്. കാർത്തിക ആകെ പേടിച്ച് നിൽക്കുകയാണ്. എന്ന് പറയുന്നുണ്ട്, നീ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണ്ട് സൈക്കിൾ ചെയിനും അരയിൽ കെട്ടി മാർക്കറ്റിൽ പിരിവിന് പോകുന്ന പഴയ വിഷ്ണുവിനെ ആയിരിക്കും നീ കാണുന്നത്. ഞാൻ എല്ലാം സഹിയിട്ട് നിൽക്കുകയാണ്, എൻ്റെ വിശ്വരൂപം നീ പുറത്ത് കാണും, ഞാൻ ഈ റൂം വിട്ട് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ നീ അത് എഴുതി തന്നെ മതിയാകൂ, ഇല്ലെങ്കിൽ ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ആകെ അങ്ങ് പേടിപ്പിക്കുകയാണ്. അന്നേരം കാർത്തിക ആകെ വെപ്രാളത്തിൽ എടുക്കടി പേപ്പർ എന്നിങ്ങനെ പറയുമ്പോൾ കാർത്തിക നിന്നങ്ങ് വിറയ്ക്കുകയാണ് വിഷ്ണുവിൻ്റെ ആ ഒരു ഭീഷണിപ്പെടുത്തല്ല. പക്ഷേ ഈ സമയത്ത് സത്യഭാമയാണെങ്കിൽ വാതിൽക്കൽ വന്ന് വീട്ടുന്നുണ്ട്. മോളെ കാർത്തിക എന്നും പറഞ്ഞ് അങ്ങോട്ട് മുട്ടുകയാണ്. അന്നേരം കാർത്തികയ്ക്ക് നല്ല ജീവൻ അങ്ങോട്ട് വരികയാണ്, രക്ഷപ്പെടാനുള്ള വഴിയാണല്ലോ. ഓടി ചെന്ന് കാർത്തിക വാതിലങ്ങ് തുറക്കുകയാണ്. വിഷ്ണുവിനെ തടയാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് നോക്കുമ്പോൾ വിഷ്ണുവിനെയും അകത്ത് ഭാമ കാണുന്നുണ്ട്. അന്നേരം ഭാമയ്ക്ക് ചെറിയൊരു ചമ്മലൊക്കെ തോന്നുകയാണ്. കാർത്തിക നാണമൊക്കെ അങ്ങോട്ട് ഭാവിക്കുകയാണ്. അന്നേരം നീ ഇതിനകത്തുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ തമ്മിൽ സംസാരിക്കുമായിരുന്നോ, എങ്കിൽ ഞാൻ പിന്നീട് വരാം എന്നിങ്ങനെ സത്യഭാമ ഒരു ചമ്മിയ മട്ടിലൊക്കെയാണ് അങ്ങനെ പറയുന്നത്. എന്ന് വെച്ചാൽ അവരകത്ത് എന്തോ സംസാരിക്കുകയായിരുന്നു എന്നുള്ള രീതിക്കാണ്. അന്നേരം ഒന്നുമില്ല സത്യാമ്മ അകത്തേക്ക് വരണം, ഈ വിഷ്ണുവേട്ടൻ വെറുതെ ഓരോന്ന് എന്നിങ്ങനെ നാണിച്ചൊക്കെ പറയുകയാണ്. വിഷ്ണു അങ്ങോട്ട് കടിച്ചു പിടിക്കുകയാണ്. തുടർന്ന് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. തുടർന്ന് ഭാമ പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ കല്യാണ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ അധികം സമയമൊന്നുമില്ല, നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് വിളിക്കാനുള്ള ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കണം, എന്നിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, ഇനിയിപ്പോൾ പോയി ക്ഷണിക്കാനുള്ള സമയമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ അങ്ങ് കലിതുള്ളി കൈയൊക്കെ ചുരുട്ടി പിടിച്ച് നിൽക്കുകയാണ്. പക്ഷേ കാർത്തിക ഇതെല്ലാം കേട്ട് തല കുലുക്കി സന്തോഷത്തിൽ നിൽക്കുകയാണ്. വിഷ്ണു കൂടെ ഇങ്ങനെ കാർത്തികയെ തന്നെ നോക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനോട് പറയുകയാണ്, ഇനിയിപ്പോൾ ഡെക്കറേഷൻകാരോടും പാചകക്കാരോടും ഒക്കെ നീ തന്നെ വിളിച്ച് എന്താണെന്ന് വേണ്ടെന്ന്
വെച്ചാൽ പറഞ്ഞോളണം എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ കാർത്തികയെ ദേഷ്യത്തോടെ നോക്കുന്നത് ഭാമ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം നീ എന്തിനാണ് അവളെ നോക്കി പേടിപ്പിക്കുന്നത്? അവൾക്കിപ്പോൾ നമ്മുടെ ബന്ധുക്കാരെ ഫോൺ നമ്പറൊന്നും അറിയില്ല, നീ പറഞ്ഞു കൊടുത്താൽ മതി, അവൾ ലിസ്റ്റ് തയ്യാറാക്കിക്കോളും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അന്നേരം ഭാമ പറയുന്നുണ്ട്, ദേ വിഷ്ണു നിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോളണം, ദേ ആ കമലിനെ വിളിച്ച് നാളെ തന്നെ ഇങ്ങോട്ടത്തേക്ക് വരാൻ പറയും, ഇനി ഒരു പരാതിയുടെ ആവശ്യമൊന്നും ഇവിടെ വരരുത് എന്നിങ്ങനെ പറയുകയാണ്. വിഷ്ണുവിന് അങ്ങോട്ട് പ്രതികരിക്കാനും വയ്യ. ആ കാർത്തികയുടെ നിന്ന് എഴുതി മേടിക്കാനായിട്ട് വിഷ്ണു വന്നത് അതും നടന്നില്ല എന്നുള്ള നിരാശയിൽ വിഷ്ണു നിൽക്കുകയാണ്. തുടർന്ന് കാർത്തിക ഇങ്ങോട്ട് പിടിച്ചിട്ട് സത്യഭാമ പറയുകയാണ്, പിന്നെ അവിചാരിതമായിട്ടാണ് മോളെ വീട്ടിലേക്ക് വന്ന് കയറിയതെങ്കിലും മോളെ എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു, മനസ്സിന് ഇഷ്ടപ്പെട്ട മരുമകൾ, അതാണിപ്പോൾ മോള് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്, അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ മോള് വന്ന് വാതിൽ തുറന്നു, നിങ്ങൾ രണ്ടുപേരും കൂടി സന്തോഷത്തോടു കൂടി ഒരു മുറിയിൽ നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്കങ്ങ് വലിയ സന്തോഷമായി, ഇനിയിപ്പോൾ എനിക്ക് മരിച്ചാലും വേണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് കാർത്തികയെ അങ്ങോട്ട് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തമൊക്കെ കൊടുക്കുകയാണ്. വിഷ്ണു ഇതൊക്കെ കണ്ട് പല്ലൊക്കെ അങ്ങോട്ട് കടിച്ചു പിടിക്കുകയാണ്. പക്ഷേ പേടിച്ച് കാർത്തിക ഇടയ്ക്കിടയ്ക്ക് വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. അന്നേരം കാർത്തിക പറയുകയാണ്, അയ്യോ സത്യാമ്മ അങ്ങനെയൊന്നും പറയല്ലേ, സത്യാമ്മയുടെ സന്തോഷം തന്നെയാണ് ഞങ്ങളുടെയും സന്തോഷം, സത്യാമ്മ ഒരുപാട് കാലം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകണം, അതാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും ആഗ്രഹവും എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ കണ്ടിട്ട് നോക്കിയാണ് പറയുന്നത്. പക്ഷേ വിഷ്ണു പല്ല് അങ്ങ് കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അന്നേരം എനിക്ക് തൃപ്തിയായി മോളെ, എനിക്കിത് സമാധാനം, ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ നാടകങ്ങളൊക്കെ കണ്ട് കലി കയറുന്ന വിഷ്ണു ആണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് അങ്ങ് പുറത്തേക്ക് അങ്ങ് ഇറങ്ങി പോവുകയാണ്. അന്നേരം സത്യഭാമ വിചാരിക്കുന്നുണ്ട് ദേഷ്യം എന്തൊന്നും അല്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അവൻ്റെ ഒരു പോക്ക് കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ലിസ്റ്റ് തയ്യാറാക്കാനുള്ള ഇതാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം സത്യഭാമ അതിന് മുന്നേ പറയുന്നുണ്ട്, ഞാൻ മുൻ ജന്മത്തിൽ ചെയ്ത പുണ്യമായിട്ടാണ് മോളെ പോലെയുള്ള ഒരു മരുമകളെ കിട്ടിയത്, അനാഥാലയത്തിലെ എല്ലാവരെയും വിളിക്കണം, ഒരാളെയും വിട്ടുപോകരുത്, ഞാൻ അങ്ങോട്ട് താഴേക്ക് ചെല്ലട്ടെ, ഒരുക്കങ്ങൾ ഇനിയും പൂർത്തിയാകാനുണ്ട് എന്ന് പറഞ്ഞ് ഭാമ അങ്ങോട്ട് പോവുകയാണ്. അന്നേരം കാർത്തിക മനസ്സിൽ കരുതുകയാണ്, അപ്പോൾ ഈ ജന്മത്തിൽ പുണ്യമൊന്നും ചെയ്തിട്ടില്ല എന്ന് തള്ളയ്ക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ കാർത്തിക ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. തുടർന്ന് ഭാമ പോയ ശേഷം കാർത്തിക അങ്ങ് ആശ്വസിക്കുകയാണ്, രക്ഷപ്പെട്ടു, എന്തായാലും വിഷ്ണുവേട്ടൻ എന്നിൽ നിന്നും അത് എഴുതി വാങ്ങിച്ചില്ലല്ലോ, എഴുതി വാങ്ങിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പെട്ടിയും കിടക്കയുമായിട്ട് ഇറക്കി വിടേണ്ട ആളാണ് ഇപ്പോൾ ആശ്വാസമായിട്ട് വന്നത്, ചില നേരത്ത് ഇങ്ങനെ രക്ഷകയായിട്ട് വരുമല്ലോ, അതുതന്നെ ഭാഗ്യം, പക്ഷേ വിഷ്ണുവേട്ടനിൽ നിന്ന് ഏത് സമയം ഇതൊക്കെ പ്രതീക്ഷിക്കാം, അത് കരുതി വേണം ഇനി മുന്നോട്ടുള്ള ഓരോ ചുവടുവയ്പും എന്നിങ്ങനെ കാർത്തിക മനസ്സിൽ കൂട്ടുന്നുണ്ട്. തുടർന്ന് സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ പപ്പിയാണെങ്കിൽ ആകെ വിഷമിച്ച് പാർക്കിൻ്റെ ഒരു സൈഡിൽ വന്നിരിക്കുകയാണ്. നേരെ സത്യ ബാഗൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്താ പപ്പി നീ ഇവിടെ വന്ന് വിഷമിച്ചിരിക്കുന്നത്, നല്ല ക്ഷീണമൊക്കെ ഉണ്ടല്ലോ മുഖത്ത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണുവച്ചൻ്റെയും കാർത്തിക ആൻറ്റിയുടെയും വിവാഹം നാളെയാണ്, വിഷ്ണുവച്ചന് ഒട്ടും ഇഷ്ടമല്ല, സത്യാമ്മ നടത്തി എന്നും പറഞ്ഞിരിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അത് മുടക്കാനായിട്ട് ഒരു വഴിയില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അന്നേരം നമ്മൾ ചെറിയ കുട്ടികളല്ലേ, നമ്മളെ കൊണ്ട് എന്താ ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് സത്യം ചോദിക്കുന്നുണ്ട്. അന്നേരം അത് ശരിയാണ്, നമ്മൾ വലിയ ആൾക്കാരായിരുന്നെങ്കിൽ നമുക്ക് അവരെ അങ്ങോട്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനായി കഴിയുമായിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ നീയല്ലേ എനിക്ക് ഐഡിയ ഒക്കെ പറഞ്ഞു തരുന്നത്, എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ആലോചിക്കുക സത്യം, നിനക്കും കൂടി ഗുണമുള്ള കാര്യമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനു മുന്നേ സത്യം പറയുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് എന്തോ ജോലി തിരക്കാണ്, അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞത് മുടക്കാമായിരുന്നു എന്ന്. അന്നേരം പപ്പി മനസ്സിൽ ഇങ്ങനെ പറയുകയാണ്, നിൻ്റെ അമ്മയും വിഷ്ണുവച്ചനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പെടാപ്പാടൊക്കെ ചെയ്യുന്നത്, പക്ഷെ അത് നിന്നോട് പറയാനും കഴിയുന്നില്ലല്ലോ ചേച്ചിയമ്മ, എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു എന്നിങ്ങനെ പറഞ്ഞ് പപ്പി ഇങ്ങനെ സത്യയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. അന്നേരം എന്താ നീ ആലോചിക്കുന്നത് എന്നെ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്നിങ്ങനെ സത്യ ചോദിക്കുമ്പോൾ, അല്ല അത് മുടക്കാനുള്ള വഴി ഞാൻ ആലോചിക്കുകയായിരുന്നു, നീയല്ലേ എനിക്ക് വഴി പറഞ്ഞു തരുന്നത്, എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയുമെന്ന് പറയുകയാണ്. അന്നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാനൊരു രഹസ്യം പറയാമെന്ന് പറയുകയാണ്, സത്യ പറയുന്നുണ്ട്. അന്നേരം പപ്പി മനസ്സിൽ കരുതുകയാണ്, ഇനിയിപ്പോൾ ഇവളുടെ സത്യയുടെ കയ്യിലും രഹസ്യമുണ്ടോ, ഇനി ചേച്ചിയമ്മ സത്യയെ കൊണ്ടും സത്യം ചെയ്യിപ്പിച്ചോ എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ സത്യ പറയുകയാണ്, കാർത്തിക ആൻറ്റിക്ക് ഒരു ഇഷ്ടമുണ്ട്, പിന്നെ അനു ആൻറ്റിയോട് എൻ്റെ അമ്മ ഫോണിൽ പറയുന്നത് കേട്ടതാണ്, ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു, ആ ഫോട്ടോ ഞാൻ അമ്മ അറിയാതെ എൻ്റെ ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, കാട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് ആ ഹർഷൻ്റെ ഫോട്ടോ, അന്ന് ആ പൊന്നു കൊണ്ട് കൊടുത്ത പകുതി കത്തിയ ആ ഫോട്ടോ ഫോണിൽ ഫോട്ടോ എടുത്തത് സത്യമാണെങ്കിൽ പപ്പിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാരാൻ ചോദിക്കുമ്പോൾ ഇതാണ് കാർത്തിക ആൻറ്റിയുടെ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാ കാർത്തിക ആൻറ്റി എന്നെ വിഷ്ണുവച്ചനെ വിവാഹം കഴിക്കാൻ നടക്കുന്നത് എന്നിങ്ങനെ പപ്പി ചോദിക്കുകയാണ്. അന്നേരം അതിലെന്തോ സീക്രട്ട് ഉണ്ട്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അതെങ്ങനെ എന്നിങ്ങനെ പപ്പി ചോദിക്കുമ്പോൾ സത്യ തൻ്റെ പ്ലാൻ അവിടെ പപ്പിയോട് പറയുകയാണ്, പക്ഷെ അതെന്താണെന്ന് കാണിക്കുന്നില്ല.
ഇതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിൽ ശാലിനി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം ശാരദാമ്മ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് ഒരുങ്ങി ഇറങ്ങി വരുന്നുണ്ട്. നീ ഇതുവരെ റെഡിയായില്ലേ? എപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞതാണ് അങ്ങോട്ട് ഒരു പെട്ടെന്ന് റെഡിയാവുമെന്ന് പറയുമ്പോൾ ഇന്ന് എനിക്ക് എന്തോ ശരീരത്തിന് സുഖം തോന്നുന്നില്ല, ഞാൻ പിന്നീട് ഒരു ദിവസം പൊയ്ക്കോളാം എന്ന് പറയുകയാണ്. അന്നേരം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറണ്ടേ, നല്ലൊരു ദിവസമായിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ കാര്യങ്ങളൊക്കെ നടക്കും എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. നീ ഇതുവരെ പോയില്ലേ ശാരദേ? ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എത്തിയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവളെ കൂടെ വിളിക്കുകയായിരുന്നു, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലേ വഴിയുള്ളൂ എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ ശാരദ എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്. അന്നേരം രാവിലെ പിന്നെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങല്ലേ രാഘവേട്ടാന്ന് അല്ല ഗോപാലേട്ടാന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ഇനി അമ്മയുടെ പരാതി ഞാൻ കേട്ടില്ല എന്ന് വേണ്ട, ഞാൻ പോകുന്ന വഴിക്ക് ഒരു അമ്പലമുണ്ട്, ഞാൻ അവിടെ പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കോളാമെന്ന് ശാലിനി പറയുമ്പോൾ അത് മതിയെന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം ശാന്ത വരുന്നുണ്ട്. ശാരദാമ്മ പോകണ്ടേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശരി പോകാമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ശാരദാമ്മയും ശാന്തയും കൂടി അങ്ങ് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ശാലിനിയുടെ അടുത്തേക്ക് ഗോപാലകൃഷ്ണൻ ഇരിക്കുന്നുണ്ട്. ശാലിനിയുടെ വിഷമിച്ചിരിക്കുന്ന ശാലിനി നോക്കിയിട്ട് പത്രം എടുത്ത് അങ്ങോട്ട് വായിക്കാൻ തുടങ്ങിയാണ്. അന്നേരം അച്ഛനും കൂടി പോകാമായിരുന്നില്ലേ ക്ഷേത്രത്തിലേയും ചോദിക്കുമ്പോൾ ക്ഷേത്രവും അമ്പലവും വഴിപാടും ഒക്കെ ആയിട്ട് ഒരുപാട് നടന്നതാണ്, പക്ഷേ ഇനിയൊക്കെ മടുത്തു, നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടുമില്ല, മനസ്സിലിപ്പോൾ നല്ലത് വരുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ പക്ഷേ അതിന് മുന്നേ മോളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണേ എന്നിങ്ങനെ പറയുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്. അന്നേരം പക്ഷേ ഹർഷനിലൂടെ മാത്രമേ ഇനി നമുക്ക് സത്യാമ്മയുടെ മുന്നിലേക്ക് എത്താനായിട്ട് സാധിക്കൂ. ആളിവിടെ നാട്ടിലെവിടെയും ഉണ്ട്, അതെവിടെയാണെന്ന് കണ്ടെത്തണം. അമ്മ പറയുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ നമ്മളെ കൂടെ ഉണ്ട്, അപ്പോൾ ഹർഷനെ നമ്മുടെ മുന്നിൽ എത്തിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുമ്പോൾ ഞാനും എന്നെ കൊണ്ടാവുന്നത്ര ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല, അഴിക്കും തോറും മുറുകുന്ന കുരുക്കായി കൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ എന്നിങ്ങനെ പറഞ്ഞ് ക്ഷമിക്കുകയാണ്. അന്നേരം അച്ഛൻ വിഷമിക്കുകയൊന്നും വേണ്ട, എങ്ങനെയും ഒരു വഴി കണ്ടെത്തും എന്നിങ്ങനെ ശാലിനി പറഞ്ഞിട്ട് അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അതിനുശേഷം ഗോപാലകൃഷ്ണനാണെങ്കിൽ ഒരു ഫോൺ കോൾ വരികയാണ്. അന്നേരം ഹലോ പറയുമെന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ എന്തോ കേട്ടൊരു അന്തം വിട്ട പോലെ ശരി എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത്രയും മുമ്പ് എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഹർഷനെ കുറിച്ചുള്ള അറിവായിരിക്കാം ഗോപാലകൃഷ്ണന് ലഭിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും കല്യാണം നടത്താൻ സത്യഭാമ തീരുമാനിച്ചു. അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് തന്നെ ഹർഷനെ കൊണ്ട് ശാലിനി പിന്നെ അമ്പലത്തിലേക്ക് വരുന്നതാണ്. അതിന് മുന്നേ കാർത്തികയെ ഹർഷനെ കാണിക്കുകയും കാർത്തിക് അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്യും. കല്യാണം നടക്കില്ല. സത്യഭാമയുടെ ഇത്രയും കാണിച്ച അഹങ്കാരങ്ങളൊക്കെ അവിടെ വീണുടഞ്ഞു പോവും. ശാലിനി തെളിവ് സഹിതം ഹർഷനെ കൊണ്ടുപോയി ഇവിടെ നിർത്തുമ്പോൾ സത്യഭാമയ്ക്ക് ശബ്ദിക്കാനാകാതെ വരും. അങ്ങനെയൊക്കെയുള്ള എപ്പിസോഡുകളുണ്ട്. ഇപ്പോൾ പപ്പിമോൾക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തല്ലോ, അപ്പോൾ അവരും ഹർഷൻ തിരക്കി പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ കാണാം. എന്തായാലും വിഷ്ണു ആകെ ദേഷ്യത്തിൽ തന്നെയാണ്. നീ ഫുൾ എപ്പിസോഡ് വരുമ്പോൾ അടുത്ത എപ്പിസോഡ് വരുമ്പോൾ ബാക്കി നോക്കാം. ഓക്കെ, താങ്ക് യു.